ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടച്ച് മൈ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വേൾഡിൽ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കായ മാംഗോ മെഡോസിലാണ്. കടുത്തുരുത്തിയിലാണ് കേട്ടോ ഇത് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ മാംഗോ മെഡോസിൻ്റെ മെയിൻ എൻട്രി കവാടം. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ആയംകുടിയിലാണ് മാംഗോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ദിവസത്തെ ടൂർ, റിസോർട്ട് ടൂർ, ആയുർവേദ ചികിത്സ, സുഖവാസം തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ ഇക്കോ ടൂറിസമാണ് മാംഗോ മെഡോസ്. മത്സ്യക്കുളം, മരക്കൂട്ടം, കൃഷിയിടം, കന്നുകാലി ഫാം, ബോട്ട് സവാരി, റോപ്പ് വേ, റെസ്റ്റോറൻറ്റ്, റിസോർട്ട് എന്നിവയാണ് മാംഗോ മെഡോസ് എന്ന പാർക്കിന്റെ ഉള്ളടക്കം. ഇതാണ് കേട്ടോ മാംഗോ മെഡോസിൻ്റെ ഫ്രണ്ട് ഓഫീസ്. അപ്പം നമുക്ക് എൻട്രി പാസ് ഒക്കെ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പം നമുക്ക് ചെന്ന് ചോദിക്കാം പാസിനൊക്കെ എത്ര റേറ്റ് എന്നൊക്കെ, പാക്കേജിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കിവിടെ ശനി ഞായർ 400 രൂപയാണ് വരുന്നത്. നോർമൽ ഡേയ്സിലാകുമ്പോൾ 350 വരും. നമുക്ക് 350 അല്ലെങ്കിൽ 400 നമുക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡിങ് ആണ് വരുന്നത്. ഗോകാർട്ടുണ്ട്, സൈക്ലിംഗ് ഉണ്ട്, പെഡൽ ബോട്ട്, ഫിഷിങ്, ആർച്ചറി, പുട്ടവഞ്ചി, അതേപോലെ ഈ ആർച്ചറി, ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡിങ് വരും. ഇത്ര ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ആണ്. സാറ്റർഡേ സൺഡേ 400 രൂപ വരും. അത് നമുക്ക് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലായിരിക്കും. അല്ലാത്ത നോർമൽ ഡേയ്സിലാകുമ്പോഴേക്കും 350 വരും. അതിൽ ഇത്ര ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ആണ്. എക്സ്ട്രാ വരുന്ന നമുക്ക് 1-2 പെയ്ഡ് സർവീസ് ഉണ്ട്. പെയ്ഡ് സർവീസ് ആകുമ്പോഴത്തേക്കിന് ശിക്കാര ബോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ഒരു കെട്ടുവള്ളമാണ്. 15 പേര് 25 പേരും പോകുന്നൊരു വള്ളമാണ് വരുന്നത്. നമുക്ക് പാർക്കിൻ്റെ ഔട്ട് സൈഡിലായിട്ടൊരു ചെറിയ കനാലാണ് നമുക്കുള്ളത്. ആ കനാലിൽ കൂടെ ആയിരിക്കും ബോട്ട് സർവീസ് പോകുന്നത്. അത് പെർ ഹെഡ് 100 രൂപ വരുന്നത്. 5 മണി വരെ പാർക്കിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെയാണ് വരുന്നത്. ആ ടൈമിൽ നിങ്ങൾക്ക് 5 മണിക്കുള്ളിൽ എപ്പോഴാണോ അരമണിക്കൂർ കിട്ടുന്ന ആ ടൈമിൽ നമുക്ക് ഈ വള്ളത്തിൻ്റെ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റേ ഉണ്ട്. നമുക്കിവിടെ കോട്ടേജസ് മൊത്തം 16 എണ്ണമാണ് വരുന്നത്. അതിൽ ഒരു റൂമിൽ പേരൻസ് 2 ചിൽഡ്രൻസ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. എക്സ്ട്രാ വരുവാണെങ്കിൽ എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യും. കോട്ടേജ് നമുക്ക് ബേസിക്കായിട്ട് വരുന്ന 4000 പ്ലസ് GST ഇൻക്ലൂഡിങ് GST ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. ഓരോ ഇതിനും ഡീലക്സ് എല്ലാവരും 4 ഒരു റൂമിൽ 4 പേരാണ് മൊത്തം വരുന്നത്. പേരൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ആണ്. ലഞ്ചും ഡിന്നറിനും പേ ചെയ്യണം നമ്മൾ. ഇപ്പം ഡിന്നറിന് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. നേരത്തെ പറയാം. 22 മണിക്കൂർ. അതായത് ഇന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ 2 മണിക്ക് ചെക്ക് ഇൻ ആണ്. പിറ്റേ ദിവസം 12 മണിക്ക് നമുക്ക് ചെക്കൗട്ട് വരും. അങ്ങനെ കൊടുക്കാം. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്. നമ്മുടെ ഈ നോർമൽ എൻട്രി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനിലും അവൈലബിൾ ആണ്. നമുക്കിവിടെ ബ്രോഷർ ഉണ്ട്. അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. നമുക്ക് നിങ്ങൾ എന്നത്തേക്കാണ് വരുന്നതെന്നുള്ളത് നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടേജസിൻ്റെ വേക്കൻസി അനുസരിച്ച് പറയുമോ, അന്നത്തേക്ക് വന്നാൽ മതി. ഇവിടെ എൻട്രിക്കും ഉണ്ട് നമുക്ക് ബുക്കിംഗ്. എന്നത്തേക്കാണ് വരുന്നത് ജസ്റ്റ് ഫോൺ ബുക്കിംഗ് ആണ് നമ്മൾ. നിങ്ങൾ ഇന്നേ ദിവസം വരുന്നുണ്ടോ എന്ന്. ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ബുക്കിംഗ് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. വരുന്ന അത്രയും പേർക്കുള്ള ഫുഡ് നമ്മൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്ര പേര് വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ പെയ്ഡ് വരുന്നതിൻ്റെ പോട്ട് മേക്കിംഗ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ക്ലേ വെച്ചിട്ട് മണ്ണുകൊണ്ട് നമുക്ക് ഓരോന്ന് മേക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിപ്പോൾ പോട്ട്, നിലവിളക്ക്, അങ്ങനെ ഇഷ്ടമുള്ള കുടുക്കയുടെ ഷേപ്പിലൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ട് പോകാം. അവിടെ നമുക്ക് പാർക്കിൻ്റെ അകത്തായിട്ടൊരു ഗൈഡുണ്ട്. ഗൈഡ് നമുക്ക് കാണിച്ചു തരും എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അതിപ്പോൾ നമ്മൾ തന്നെ ചെയ്യുക. അത് ഫുൾ സഹായിക്കും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഉണ്ടാക്കിയിട്ട്. അത് ഒരാൾക്ക് 100 രൂപ വരും. പെർ ഹെഡ് 100 രൂപ വരും ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഉള്ളത് നമുക്ക് പാർക്കിൽ മൊത്തം
ഒരു 45 മിനിറ്റത്തേക്ക് ഗൈഡിങ് വരും. എൻട്രി ചെയ്ത് കഴിയുമ്പോഴേക്കും ഗൈഡിങ് നടന്നിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇ റിക്ഷാസ് ഒക്കെ അവൈലബിൾ ആണ്. ഇ റിക്ഷ എന്ന് പറയുന്നത് പെയ്ഡ് സർവീസാണ് വരുന്നത്. ഗൈഡിങ്ങോട് കൂടി 4 പേർക്ക് 250 രൂപ പെർ വണ്ടിക്ക്. ഒരു വണ്ടിക്ക് 250 രൂപ വരും. 4 പേരാണ് അതിൻ്റെ അകത്ത് കപ്പാസിറ്റി വരുന്നത്. അതാകുമ്പോൾ ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഗൈഡിങ് തീർക്കാൻ പറ്റും. 45 മിനിറ്റത്തെ നടന്നിട്ടുള്ള ഗൈഡിങ് 25 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ബസ് സർവീസ് ഉണ്ട് ഇവിടെ. അത് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സാണ്. ലണ്ടൻ ഡബിൾ ഡെക്കർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് പെർ ഹെഡ് 25 രൂപ വരും. നമുക്കിപ്പോൾ പാർക്ക് നിങ്ങൾ ഗൈഡിങ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേനൊക്കെ ആകുമ്പോഴേക്കും മൊത്തം ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അതിൽ പോകാം നമുക്ക്. അതിൽ 20 മിനിറ്റോളം പാർക്ക് മൊത്തം കൊണ്ട് കാണിക്കും. 25 രൂപ ഒരാൾക്ക് 25 രൂപ അങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഇത്രയാണ് നമ്മൾ പെയ്ഡ് സർവീസ് ഇപ്പോൾ ഉള്ളതെന്ന്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ അതൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് പോയി നോക്കാം. പാർക്കിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് പാർക്കിൻ്റെ ഉള്ളിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ പാർക്കിൻ്റെ ഉള്ളിൽ വേറൊരു ചേച്ചി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നിന്ന് തന്നെ ഇവർ നമ്മുടെ കൂടെ വേണമെങ്കിൽ ഒരു ഗൈഡിനെ വിടും. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ഒരു ഗൈഡിനെ വിടും. അപ്പോൾ അത് 45 മിനിറ്റ്സിന് 250 രൂപയാണ്. ഗൈഡിങ് വേണ്ട, കാണിച്ചിട്ട് വിടാം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഏരിയയിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നാലും ഏതെങ്കിലും യൂണിഫോർട്ട് സ്റ്റാഫിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിക്കാം കേട്ടോ. നമുക്ക് സ്നാക്സ് ബാർ ഇത് ഒരെണ്ണം മാത്രമേ ഓപ്പൺ ഉള്ളൂ, അപ്പുറത്തേക്കും ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ ട്രൈപോഡിൻ്റെയോ ഷിക്കാര ബോട്ടിൻ്റെയോ എന്തിൻ്റെങ്കിലും ടിക്കറ്റ് വേണമെങ്കിൽ ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട്. പിന്നെ പെഡൽ ബോട്ടുണ്ട്, കുട്ടവഞ്ചിയുണ്ട്, വള്ളമുണ്ട്. ഇവിടെ ഇവരൊരു ചെറിയ തേയിലത്തോട്ടം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടൊരു ടവറും ഉണ്ട്. നമുക്ക് അതിൻ്റെ ടോപ്പിൽ കയറിയിട്ട് ഫുള്ള് വാച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണിത്. ഇത് ഇന്ത്യയുടെ ഒരു ഭൂപടം അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എല്ലാ സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന മരം ഏതാണോ ആ മരം ആ സംസ്ഥാനത്തിൻ്റെ ആ പ്ലേസിൽ അവർ നട്ടുവെച്ചിട്ടുണ്ട്. ഇതിവിടെ പാറകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗുഹാ കോട്ടേജ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ മീനൂട്ട് പാലം. ഇവിടെ നിന്നാണ് നമ്മൾ മാംഗോ മെഡോസിൻ്റെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ട് ഒരു പുണ്യപ്രവൃത്തിയായും നേർച്ചയായും വിശ്വസിക്കപ്പെടുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നു വരുന്ന ഈ ആചാരം മുമ്പ് കേരളത്തിൽ മിക്കവാറും ഹൈന്ദവ ക്ഷേത്രത്തിൽ ആചരിച്ചു പോന്നിരുന്നു. മീൻ ഊട്ടുന്നത് അവനവൻ ചെയ്ത പാവങ്ങളുടെ കാഠിന്യം കുറയ്ക്കുമെന്നും അതുവഴി പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ചില ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങളിലും മീനൂട്ട് എന്ന ആചാരം നടന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട്. വെടിക്കെട്ടോടുകൂടിയൊക്കെയാണെങ്കിൽ ഇവിടെ പ്രോഗ്രാമൊക്കെ അവസാനിക്കുകയും ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ 3 ടൈപ്പ് കോട്ടേജുകളുണ്ട്. പ്രീമിയം കാറ്റഗറി ആൻഡ് പാടി കാറ്റഗറി, കൂട്ടുകുടുംബ കാറ്റഗറി, ഇങ്ങനെ 3 ടൈപ്പ് കോട്ടേജുകളാണ്. ഈ പ്രീമിയം കാറ്റഗറി ഉദ്ദേശിക്കുന്നത് നമ്മൾ കുളത്തിലോട്ട് നിൽക്കുന്ന കോട്ടേജുകളാണ് പ്രീമിയം കാറ്റഗറി പെടുന്നത്. ഈ പ്രീമിയം കാറ്റഗറിയിൽ നമുക്ക് നേരെ അവിടെ കണ്ട ഒരു കോട്ടേജ് മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പാടിയുണ്ട്. പാടിയിൽ 10 റൂംസ് അവൈലബിൾ ആണ്. കൂട്ടുകുടുംബ കോട്ടേജിൽ 5 റൂംസ് അവൈലബിൾ ആണ്. മൊത്തം 16 റൂംസ് നമുക്കിപ്പോൾ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അവിടെ പെഡൽ ബോട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുട്ടവഞ്ചി ഉണ്ട്, ഇവിടെ സൈഡിൽ വള്ളമുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്ന 64 പരം നാടൻ കാർപ്പ് മത്സ്യങ്ങളാണ് ഈ കുളത്തിലുള്ളത്. ഇത്
തിരിച്ചാൽ മാത്രമാണ് കൊടുക്കാറുള്ളത്. ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട്. ഇത് ഇവിടെ പിടിക്കാറില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കാനൊക്കെ പിടിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള മീനുകളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പിടിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ ആവശ്യപ്രകാരം അവർക്ക് വേണ്ട മീനുകളെ ആവശ്യാനുസരണം ഇവിടെ നിന്നാണ് പിടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മീനൂട്ടെന്ന് പറയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണെന്നൊക്കെയാണ് പറയുന്നത് മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത്. അപ്പം അവിടെ തീറ്റകൾ വെച്ചിട്ടുണ്ട് ഇനി കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ബാക്കി കാണുന്ന ഒരുപാട് മീനുണ്ട്. 60-ൽ പരം നാടൻ മീനുകളാണ് ഇവിടെ കിടക്കുന്നത്. മീനൂട്ട് പാലത്തിൻ്റെ മേളിലൊരു ബാൽക്കണി പോലെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിലേക്ക് കയറി കഴിയുകയാണെങ്കിൽ നമുക്ക് ആ കുളം ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റും. കുളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കോട്ടേജുകളും പാലമൊക്കെ നമുക്ക് ഫുള്ളായിട്ട് മേളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ കാണുന്ന ഇവിടുത്തെ വാച്ച് ടവർ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ മേളിൽ കയറുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഹൈറ്റിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാനൊക്കെ പറ്റും. ഇവിടെ വരുന്നവർക്കുള്ള ആദ്യത്തെ ഒരു കാഴ്ചയാണ് മീനൂട്ട് പാലവും പിന്നെ മീനുകൾക്ക് ഫുഡ് കൊടുക്കുന്നതും. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഈ മീനൂട്ട് നടക്കുന്ന ഈ ഒരു കുളത്തിലാണ് നമുക്ക് ബോട്ടിംഗ് സർവീസ് തന്നിരിക്കുന്നത്. അതായത് പെഡൽ ബോട്ടിൻ്റെ സർവീസ് തന്നിരിക്കുന്നത്. നമുക്ക് വേറെ അല്ലാത്ത ബോട്ടുകളൊക്കെ അപ്പുറം മാറിയാണ്. ഇവിടെ പെഡൽ ബോട്ടിൻ്റെ സർവീസ് ഇതിനകത്തുണ്ട്. കാരണം ബാക്കി കാണുന്ന കുറച്ച് പെഡൽ ബോട്ട് കിടപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ കയറുന്നില്ല, നല്ല വെയിലാണ്. അപ്പോൾ വെയിലൂടെ ഇന്ന് പെഡൽ ബോട്ട് പോകുമ്പോൾ ഒരു സുഖം കാണില്ല, അതുകൊണ്ട് ഇപ്പം കയറുന്നില്ല. നമ്മൾ ഈ നിൽക്കുന്ന മീനൂട്ട് പാലത്തിൻ്റെ അടിയിലത്തെ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 1 രൂപ കോയിൻ വെട്ടിയ ബാലൻസ് വന്നിരിക്കുന്ന ഷീറ്റ് കൊണ്ടാട്ടോ. അപ്പോൾ അതാണ് ഈ താഴത്ത് കൂടെ കാണുന്നത്. ലോകത്തിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ വാട്ടർ തീം പാർക്കാണ് കേട്ടോ മാംഗോ മെഡോസ്. കുട്ടികൾക്ക് ഒരു പാഠപുസ്തകം കൂടിയാണ് മാംഗോ മെഡോസ്. പ്രകൃതിയെക്കുറിച്ചറിയാത്ത യുവതലമുറയ്ക്ക് ഒരു സർവകലാശാലയാണ് ഇവിടെ. ഏകദേശം 120 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഈ പാർക്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് പാർക്കിന്റെ നിർമ്മാണം. ഈ കാണുന്നത് ഇവിടുത്തെ ഓണറുടെ കൈരേഖയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു മരം നട്ടിരിക്കുന്നത് പാഴ്മരമാണ്. എല്ലാ സസ്യങ്ങളും ഇവിടെ സുരക്ഷിതമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഓണറുടെ കൈരേഖയിൽ തന്നെ ഇവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ എൻട്രി ഫീ അടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഷിക്കാര ബോട്ടിൻ്റെ ഫീസും കൂടെ അടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പെർ ഹെഡിന് 100 രൂപയാണ് ഷിക്കാര ബോട്ടിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഷിക്കാര ബോട്ടിൽ ഒന്ന് യാത്ര ചെയ്യാൻ പോവാണ്. ഇതുവരെ നമ്മൾ കയറിയിട്ടില്ല ഷിക്കാര ബോട്ടിൽ. അപ്പം അടുത്ത നമുക്ക് ഷിക്കാര ബോട്ടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളൊരു 25 മിനിറ്റത്തെ ഇതിലൂടെയുള്ള യാത്ര തോട് വഴി. ഓക്കെ, ചേട്ടൻ്റെ പേരാണ്
വർഗീസ് ഏട്ടൻ ശിക്കാര ബോട്ടിന്റെ ഡ്രൈവർ. നമ്മള് മീനെ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അവിടെ പുറത്ത് ചൂണ്ടയിടണമെങ്കിൽ ഈ തോട്ടിൽ തന്നെയാണ്. ഇവിടെ തന്നെയാണ്. അവിടെ തന്നെ ഗേറ്റ് ഉണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ അവിടെയാണ് ചൂണ്ടയിടൽ നടക്കുന്നത്. ഉണ്ടല്ലോ ചൂണ്ട. നമ്മള് ആ ചൂണ്ടയും തീറ്റ എല്ലാം അവിടെ ഉണ്ടല്ലോ. ഇതാണ് നമ്മൾ പോകുന്ന ഷിക്കാര ബോട്ടിന്റെ ഉൾഭാഗം. ഇതിൽ ഏകദേശം ഒരു 10 പേർക്കോളം ഇരിക്കാമെന്നാണ് തോന്നുന്നു. പക്ഷേ നമ്മളിപ്പം ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊറോണ കഴിഞ്ഞ പിന്നെ ഒരുപാട് തിരക്കൊന്നും അങ്ങനെ ആയിട്ടില്ല ഇവിടെ. അപ്പോൾ ഈ ശിക്കാര വള്ളത്തിൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിലേക്കൊന്നും അല്ല കേട്ടോ. ഇവിടെ ഒരു കനാല് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പം അതിലൂടെയാണ് നമ്മൾ ഈ സർവീസ് പോകുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മളെ ആ കനാലിൽ കൂടെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ ഇത് പാർക്കിനോട് ചേർന്നാണ് ഈ കനാല്. അപ്പോൾ ഇവിടെ ഒരുപാട് ആഴമൊന്നുമില്ല. ഒരുപാട് വെയിലാകുന്നതിന് മുമ്പ് ശിക്കാര ബോട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലത്. അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഉച്ച ആയിട്ടില്ല, ഉച്ചയ്ക്ക് മുമ്പാണ് എടുത്തത്. അല്ലെങ്കിൽ ഈവനിങ് ടൈമൊക്കെയാണ് ബെറ്റർ. ഇപ്പം മുകളിൽ ഇത് ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജസ്റ്റ് സൈഡിലേക്കൊക്കെ ഇറങ്ങുമ്പം നല്ല വെയിലാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഈ കനാലിക്കൂടെയൊക്കെ ഒരുപാട് ആമ്പൽപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആമ്പൽക്കുളമൊന്നുമില്ല, എന്നാലും ഒരുപാട് ആമ്പലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ കുറേ ആമ്പലൊക്കെ ഉണ്ടായി ചീഞ്ഞു പോയതിൻ്റെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ട് എല്ലാം ചീഞ്ഞു പോയി. അങ്ങോട്ട് പോവാ. തൊട്ടപ്പുറത്തെ കണ്ടത്തിൽ നിന്ന് കയറി വന്ന വെള്ളം ആയതുകൊണ്ടാണ് വെള്ളം ഫുള്ള് ചെളിയായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം അത്യാവശ്യം ചെളിയില്ലാതെയൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളൊരു ചൂണ്ടയിടൽ പരിപാടിയൊക്കെ ഉണ്ട് ഇവർ പാർക്കിൻ്റെ ഭാഗമായിട്ട്. അത് നമ്മൾ ഈ കനാലിലേക്കാണ് ചൂണ്ടയിടുന്നത്. അതിനെ പറ്റിയൊരു പ്ലേസൊക്കെ ഉണ്ട് അവിടെ. ഞാനിപ്പം ശിക്കാര ബോട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വർഗീസ് ചേട്ടനാണ്. വർഗീസ് ചേട്ടന് അടുത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊരു ക്ലബിൻ്റെ വകയായിട്ടാണ് EMBTs എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, എഴുമാന്തരത്ത് നേച്ചർ പ്രൊട്ടക്ഷൻ ആൻഡ് ടൂറിസം ക്ലബ്ബ്. അതിൻ്റെ നിയന്ത്രണത്തിലാണ് ശിക്കാര ബോട്ടിൻ്റെ പരിപാടി നടക്കുന്നത്. മാംഗോ മെഡോസുമായിട്ട് ടച്ചപ്പിൽ കിടക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ ആണ്ട് ആൾ കുറവാണ്. അതിൻ്റേതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു. ഇതിപ്പോൾ ഈ പാർക്ക് തുടങ്ങിയിട്ട് 3 വർഷമായില്ല, 3.5 വർഷത്തോളമായി. അന്നേരം മുതലേ ബോട്ട് സർവീസ് ഇല്ല, അന്നേരം മുതലേ ബോട്ട് സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമാണ്. ഈ ഏരിയ ഫുള്ള് ഞാൻ ചതുപ്പായിട്ട് കിടന്നാണ്. അതെ, ചതുപ്പായിട്ട് കിടന്നത്. പിന്നെ അപ്പുറം അങ്ങേ സൈഡ് കംപ്ലീറ്റ് കുട്ടനാട്, അപ്പർ കുട്ടനാടിൻ്റെ ഒരു മേഖലയാണ് അപ്പുറം അങ്ങേ സൈഡ് കിടക്കുന്നത്. അപ്പർ കുട്ടനാടൻ മേഖലയാണ്, അപ്പുറം പോലാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഇങ്ങേ സൈഡ് ആയാങ്കുടി ഭാഗം, അങ്ങേ സൈഡ് എഴുമാന്തരത്ത് ഭാഗമാണ്. പിന്നെ ഇത് പാർക്കിൻ്റെ ഒരു പരിപാടിയായിട്ട് 20 വർഷത്തോളമായിട്ടുണ്ട് സുരേഷ് സാറ് ഇതുമായിട്ട് നിനക്ക് പണിയെടുക്കുന്നത്. അതെ, സാറ് ഇവിടെ ഉള്ളതാണോ? സാറ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം കല്ലറ. അപ്പോൾ ഈ പാർക്കിന് വേണ്ടിയിട്ട് സ്ഥലം മേടിച്ച് അതെ, പലരോടായിട്ട് കുറേശ്ശെ വാങ്ങിച്ചിട്ട് പാർക്കാക്കിയത്. 20 വർഷത്തോളം ഇതിന് വേണ്ടിയിട്ട് പണിയായിരുന്നു. സാറ് വിദേശത്തായിരുന്നു. വിദേശത്ത് വന്നതിന് ശേഷം പുള്ളി എൻജിനീയറാണ്.
എൻ്റെ വീട് മുണ്ടാറെന്ന് പറയും. ഞാനവിടെ പ്രളയത്തിൽപ്പെട്ട ഒരാളാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കും. ഇവിടെ ഇപ്പൊ ഡെയിലി ജോലി ഉണ്ട്? ഡെയിലി ഇല്ല, ഞങ്ങൾ 2 പേരുണ്ട്. തിലകരെന്ന് പറഞ്ഞൊരു സ്റ്റാഫ് കൂടെ ഉണ്ട്. ഞങ്ങൾ 1-2 ദിവസം മാറി മാറിയാണ്. എല്ലാ ദിവസവും ഇല്ല. ഇവിടെ ബോട്ടിങ്ങിന് എല്ലാവരും വരാറുണ്ടല്ലോ? ശിക്കാർ ബോട്ടിന് ആൾ കയറുന്നുണ്ട്. ഈ കനാലിൻ്റെ ഒരു സൈഡ് ഫുള്ള് പാടം കേട്ടോ, മറ്റേ സൈഡാണ് ഫുള്ള് പാർക്കിൻ്റെ ഏരിയ. ബോട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേര് മാത്രമാണ് ബോട്ടിലുണ്ടായിരുന്നത്. പിന്നെ വർഗീസേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് നമുക്ക് ബോട്ട് ഓടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ആരും ഇല്ല. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേരും വന്നപ്പോൾ തന്നെ ചേട്ടൻ പോകാമെന്ന് പറഞ്ഞിട്ട് വള്ളം കൊണ്ട് വന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. തോടിക്കൊണ്ടിരുന്ന ഈ ബോട്ടേ തോടിക്കൊണ്ടിരുന്ന അവിടെ ഇതിന് എഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു. എഞ്ചിൻ ഇരുന്ന അതിന്റെ ആ സ്റ്റിയറിങ്. അപ്പൊ ആ സംവിധാനം ഇവിടെ നടക്കുകയല്ല, വെള്ളമില്ല, വീതി കുറവുള്ള. അത് അവിടെ കായലാണ്. കായലിൽ ഇഞ്ചൻ വെച്ച് ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ടാണ് ഇതെടുത്ത് വെച്ചത്. ഇതാണ് ചൂണ്ടാനായിട്ട് ഈ ചൂണ്ടായിട്ട് നിൽക്കണോ എന്ന് പറയുന്നതാ. അവരെയും ബോട്ടിങ്ങിന് വരും. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മീനുണ്ടോ? മീനുണ്ട്. തുറന്നിറങ്ങുന്ന തോടാ. ഇതിന്റെ അപ്പുറത്ത് വലിയ പുഴയാണ്. മാറ്റുപുഴക്കാരൻ്റെ ശാഖയാണ്. ആണോ? അതങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഇത് ഓടിക്കഴിഞ്ഞാൽ വൈക്കം കായലിൽ ചെല്ലും. വൈക്കം കായലില്ല. നമുക്ക് അവിടെ നിന്ന് ഓടാൻ പറ്റും. വൈക്കം കായലിലേക്ക് പോയി ചാടുവോ? അവിടെ പാലയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കണോണ്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത്. പോലെ മാങ്ങ ഉണ്ടാവും. ഇപ്പോഴും മാങ്ങ ഉണ്ട് ഇതിനകത്ത്. ശിക്കാരവള്ളത്തിൻ്റെ സർവീസ് കഴിഞ്ഞു. ഒരു 20 മിനിറ്റ് 30 മിനിറ്റത്തോളം നമുക്ക് ശിക്കാരവള്ളത്തിൽ ഇവിടെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടത്. താങ്ക്സ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ഫാമിലി ശിക്കാര ബോട്ട് കയറാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ഇവിടെ നല്ല തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത് ശിക്കാര ബോട്ട് കയറാനായിട്ട്. ഒരു ദിവസം തന്നെ 700-ൽ പരം ആൾക്കാർ ശിക്കാര ബോട്ട് കയറാനായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ വർഗീസേട്ടൻ പറഞ്ഞത്. ഈ വീഡിയോയുടെ ബാക്കി നമ്മൾ പാർട്ട് 2-ലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ പാർട്ട് 2 കാണണം. ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിമുകളൊക്കെ പാർട്ട് 2-ലുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിലാക്കി കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ പാർട്ട് 2 കാണുക.